എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചെറുപയർ പരിപ്പ് പായസമാണ്. ചെറുപയർ പരിപ്പ് പായസം തയ്യാറാക്കുമ്പോൾ ഈ ഒരു ചേരുവ ചേർത്ത് പരിപ്പ് വേവിക്കുവാണെങ്കിൽ പായസത്തിന് നല്ല കൊഴുപ്പും അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കിട്ടുക. നിങ്ങൾ ഇതേ രീതിയിൽ ഇതുവരെയും പായസം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചെറുപയർ പരിപ്പ് പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 250 ഗ്രാം അളവുള്ള കപ്പിൽ 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് വറുത്തെടുക്കണം. ഇനി ഒരു ചൂടായ പാനിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള പരിപ്പ് പാനിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. നമ്മളിന്ന് വളരെ എളുപ്പത്തിലാണ് പരിപ്പ് പായസം തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഒരുപാട് നേരമൊന്നും എടുത്തല്ല ചെയ്യുന്നത്. ആർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പാചക രീതിയാണ്. അത് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ പായസം തയ്യാറാക്കാൻ പോകുന്നത്. ഈ പരിപ്പൊന്ന് നല്ല വണ്ണം ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിവായി വരുന്നുണ്ട്. ഒന്നും കൂടെ കളറ് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് പരിപ്പൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം വേവിച്ചെടുക്കാനുള്ള കുക്കറിലേക്ക് പരിപ്പ് മാറ്റാം. പരിപ്പിപ്പോൾ നല്ലതുപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പരിപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. പരിപ്പ് കഴുകി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് പരിപ്പ് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. ഒരു ചെറിയ പൂവമ്പഴമാണിത്. ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഈ പരിപ്പിലേക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. പഴം കട്ട് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2-3 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി പരിപ്പ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുക്കർ മൂടി ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി പരിപ്പൊന്ന് വെന്ത് വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ പരിപ്പ് ഒരു 4 വിസിൽ കൊണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം വെച്ച കുക്കറിൽ എയർ പുറത്തേക്ക് പോയത് കൊണ്ട് മറ്റൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടാണ് പരിപ്പ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുക്കറിന്റെ എയർ എല്ലാം പോയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പരിപ്പൊന്ന് തുറന്ന് നോക്കാം. പരിപ്പ് നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പരിപ്പ് തവി വെച്ച് നന്നായിട്ട് ഒന്ന് ഉടച്ചുകൂടി എടുക്കാം. ഇനി നമുക്ക് ഈ പരിപ്പ് ഒരു ഉരുളിയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഉരുളിയിലിട്ട് ഒന്ന് പരിപ്പ് ഉടച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 400 ഗ്രാം ശർക്കര ഒരു 300 മില്ലി വെള്ളത്തിൽ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് തന്നെ വെന്തൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനി മുഴുവനും തന്നെ പരിപ്പിലേക്ക് ചേർന്നൊന്ന് തിളച്ച് കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയും ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു തേങ്ങയുടെ പാല് ആവശ്യമായിട്ടുണ്ട്. ശർക്കരപ്പാനി ചേർത്ത് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ചെറിയ തീയിലിരുന്ന് പരിപ്പ് നല്ലതുപോലെ ഒന്ന് വെന്ത് കുറുകി വറ്റി വരട്ടെ. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് കുറഞ്ഞ തീയിൽ വെച്ച് വേണം പായസം ഒന്ന് കുറുക്കിയെടുക്കാൻ. ഒരുപാട് നേരമൊന്നും നമ്മളിത് വരട്ടിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. വളരെ എളുപ്പത്തിലാണ് നമ്മുടെ ഇന്നത്തെ പായസം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഈ പരിപ്പിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പിലേക്ക് ഒരു പഴം ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേണം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. അതുപോലെ പായസം തയ്യാറാക്കുമ്പോൾ നല്ല കളറുള്ള ശർക്കര എടുക്കുവാണെങ്കിൽ പായസത്തിന് നല്ല കളറാണ് കേട്ടോ കിട്ടുക. അങ്ങനെ നമ്മുടെ പരിപ്പ് നല്ലതുപോലെ കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 300 മില്ലി അളവിൽ 2ാം പാല് ചേർക്കാം. നാളികേരപ്പാലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർക്കാം കേട്ടോ. നാളികേരപ്പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്നും കൂടെ തിളച്ച് കുറുകി വരട്ടെ. അതുപോലെ തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാല് വേണം കേട്ടോ എടുക്കാനായിട്ട്. നമ്മൾ എടുത്തിട്ടുള്ള ശർക്കരയ്ക്ക് കളറില്ലാത്തത് കൊണ്ടാണ് പായസത്തിനും കളറില്ലാത്തത് കേട്ടോ. അങ്ങനെ 2ാം പാലൊക്കെ ചേർത്ത് പായസം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ പായസം ഇപ്പോൾ ഇവിടെ പാകമായി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നുകൂടെ വറ്റിച്ചിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും ലൂസായിട്ടാണ് പായസം തയ്യാറാക്കി എടുക്കുന്നത്. ഒരുപാട് നേരമൊന്നും പായസം വറ്റിച്ചൊന്നും എടുക്കുന്നില്ല. അതുപോലെ നമ്മൾ കുക്കറിലിട്ട്
നേരത്തെ പരിപ്പ് വേവിച്ചത് കൊണ്ട് പായസം വളരെ കട്ടി കൂടി വരാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് നീട്ടിയാണ് നമുക്ക് ഈ പായസം തയ്യാറാക്കി എടുക്കേണ്ടത്. അങ്ങനെ നല്ലോണം തിളച്ചു വന്നിട്ടുള്ള പായസത്തിലേക്ക് 1 ഗ്ലാസ് അളവില് 1/4 പാലും കൂടെ ചേർത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി പായസം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതിയാകും. പായസത്തിന്റെ ആ ഒരു ചൂടൊന്ന് ആറിക്കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ പായസം ഉരുളിയുടെ ചൂട് കൊണ്ട് തിളച്ചു പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര കുത്തലൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതിനായിട്ട് കൽക്കണ്ടം ചേർക്കാം. നിങ്ങൾക്കിപ്പോൾ കൽക്കണ്ടം കൈവശം ഇല്ലെങ്കിൽ പഞ്ചസാര 1 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കാം. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. പായസം താഴേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കാം. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് താളിപ്പ് ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് ചൂടായി വരട്ടെ. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറഞ്ഞളവിൽ നാളികേരക്കൊത്ത് ചേർക്കാം. നാളികേരക്കൊത്ത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നാളികേരക്കൊത്ത് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതേ അളവിൽ തന്നെ കാഷ്യൂ ചേർക്കാം. വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നാളികേരക്കൊത്തൊക്കെ ഒന്ന് മൂപ്പായി വന്നാൽ പിന്നെ ഇതിലേക്ക് ഒരു 10-15 റൈസിൻസും കൂടെ ചേർക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ താളിപ്പെല്ലാം നല്ലപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. താളിപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു പായസം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.